അങ്ങനെ മുസ്ലിം വിരുദ്ധ ക്രിസ്ത്യൻ വിരുദ്ധ കടന്നാക്രമം ഉത്തരേന്ത്യയിൽ വിവിധ രീതിയിൽ നടക്കുകയാണ്. അതിൻ്റെ ഒപ്പം കോൺഗ്രസ്സിന് യഥാർത്ഥത്തിൽ ഹിമാചൽ ഏതാണ്ട് അവസാനത്തിൻ്റെ യാത്രയാണ് ആ ഗവൺമെൻറ്റിൻ്റെ. കാരണം നേരത്തെ 6 കാലം മാറിയിട്ടുണ്ട്, ഇനിയൊരു വിമതനുണ്ട്, അദ്ദേഹം ഒരു പാർട്ടി തന്നെ ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ വന്നാൽ ആ സംസ്ഥാനത്തിൻ്റെ ഭരണം പോയി. പിന്നെ അവിടെ നോക്കാനും പറയാനും ഒരാളുമില്ല കോൺഗ്രസ്സിന്. ഇപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കക്ഷി പോയിട്ടുണ്ടെന്നാണ് ഞാൻ വരുമ്പോൾ കേട്ട വിവരം, ഇവിടെ ഈ ഹിമാചൽ പ്രദേശ്. അപ്പോൾ പിന്നെ അതിൻ്റെ വിശദീകരണം വേണ്ട പോട്ടെ. പിന്നെ 2 ഉണ്ട്. അതിലൊന്ന് കർണാടകമാണ്, മറ്റത് ചെറുതാണ് തെലങ്കാന. ആ തെലങ്കാനയിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്. ആ മുഖ്യമന്ത്രി നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് രേവന്ത് റെഡ്ഡി. രേവന്ത് റെഡ്ഡി പഴയ ABVP ആണ്. കുറേ പാർട്ടി പോയി, ഒന്നും രക്ഷ പിടിച്ചില്ല, ക്ലച്ച് പിടിച്ചില്ല. കോൺഗ്രസ്സിൽ വന്നു അവസാനം. കോൺഗ്രസ്സിൽ നേതൃത്വമില്ല. അങ്ങനെ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ജീർണതയുണ്ടല്ലോ, അത് സംസ്കരിക്കപ്പെടുന്നില്ലല്ലോ. പാർട്ടി മാറി പോകുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ സാമൂഹ്യ ജീവിതത്തിൻ്റെ രൂപത്തിൽ വന്നിട്ടുള്ള ഈ ജീർണതയൊന്നും മാറുന്നില്ല. പഴയ ABVP-കാരൻ തന്നെ. ഇവിടെ വന്ന് പിണറായി വിജയൻ വർഗീയവാദി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് അദ്ദേഹം അറിയില്ല. അദ്ദേഹത്തിന് കാരണം അർത്ഥം അറിയാതെ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പ്രയോഗിക്കുന്നത്. മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തി ഭരണകൂട സംവിധാനത്തിലേക്ക് കയറിപ്പോകുന്ന പ്രക്രിയയാണ് വർഗീയത. ആ വർഗീയതയുടെ വക്താവാണ് പിണറായി വിജയൻ എന്നാണ് പറഞ്ഞത്. എല്ലാ കാലവും വർഗീയതക്കെതിരായിട്ട് നിൽക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. സമഭാവനയോടെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും കാണാൻ സാധിക്കുന്ന അപൂർവം വിഭാഗത്തിൽപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റ്. അതുകൊണ്ട് വർഗീയതക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഈ രേവന്ത് റെഡ്ഡിക്ക് എന്താ വർഗീയത എന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ അയാൾ അവിടെ വർഗീയത കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സ്കൂള്, അതിൻ്റെ പേര് തന്നെ മദർ തെരേസയുടെ പേരാണ്. മദർ തെരേസയുടെ ഒരു വിഗ്രഹം പോലെയുള്ള എന്ന് പറഞ്ഞാൽ പ്രതിമ പോലെയുള്ള ഒരു കൂടുണ്ട് മുമ്പിൽ. അത് അടിച്ചു പൊളിച്ചു. അതിനുള്ളിൽ വെറുതെ ഒരു ദിവസം രാവിലെ അറിയാണ്ട് കള്ളുപിടിച്ച് പോയതല്ല. അങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കുക. 500 ആളുകൾ ജാതിയായിട്ട് വന്നിട്ട് ഇരച്ച് കയറി ആ സ്കൂൾ മുഴുവൻ തല്ലിപ്പൊളിച്ച് പ്രതിമയും തകർത്ത് മേനേജരെയും പിടിച്ച് അതുപോലെ തന്നെ പ്രിൻസിപ്പളെയും പിടിച്ചു. മേനേജർ നോക്കുമ്പോൾ വിവരം കിട്ടി വരുമ്പോൾ ഇത് കണ്ണൂർക്കാരനാണ്. കേരളത്തിലുള്ള ഏതെങ്കിലും സ്കൂളിലോ സ്ഥാപനത്തിലോ ക്രിസ്തീയ സഭയുടെ ഭാഗമായിട്ട് ഇല്ലാതിരിക്കില്ല. ഇത് അദ്ദേഹം അവിടെയാണ്, ജയ്മോൻ, കണ്ണൂർക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജയ്മോനായതുകൊണ്ട് നല്ലപോലെ അടിച്ച് ജയ് ശ്രീരാം വിളിപ്പിച്ചു. മനസ്സിലായില്ലേ? ഇതൊക്കെ ഈ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് നിലനിൽക്കുന്ന സംസ്ഥാനത്തിലുള്ള ചിത്രമാണ്. 100 കണക്കിന് കാവി വസ്ത്ര യൂണിഫോമായിട്ട് എടുത്തിട്ടുള്ള ആളുകളാണ് കയറി വന്നത്. എന്നിട്ട് അവർക്ക് നേരെ കേസില്ല. ഇട്ട കേസ് തന്നെ വളരെ അപ്പോൾ തന്നെ ജാമ്യം കൊടുക്കാൻ പറ്റുന്ന കേസ്. എന്നാൽ ഇവർക്കെതിരായിട്ട് കേസുണ്ട്. ആ കേസ് ജാമ്യം കിട്ടാത്ത കേസ്, വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വപരമായി പങ്കുവഹിച്ചു എന്നുൾപ്പെടെ ചേർത്തിട്ടാണ്. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഒരു നിലപാട്, വർഗീയതക്ക് എതിരായിട്ട് നിൽക്കേണ്ടുന്ന മതനിരപേക്ഷ ഉള്ളടക്കം കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒരു വിഭാഗം തെലങ്കാനയിലെടുത്ത ഒരു സ്ഥിതിയെ പറ്റിയാണ് ഞാൻ പൊതുവായിട്ട് പറഞ്ഞത്. അവിടെ ഈ പറയുന്ന ജില്ല മഞ്ചേരി ജില്ലയാണ്. നമുക്കിവിടെ മഞ്ചേരി ഉണ്ടല്ലോ, അതുപോലെ അവിടെ ഈ മഞ്ചേരി ജില്ല തന്നെയുണ്ട്. അവിടെയാണ് ഈ തരത്തിലുള്ള കലാപം അവിടെ നടത്തിയിട്ടുള്ളത് ക്രിസ്തീയ ജനവിഭാഗങ്ങൾക്ക് എതിരായിട്ട്. അപ്പോൾ ആദ്യം കേസ് എടുത്തില്ല, ഇപ്പോൾ കേസെടുക്കാൻ പുറപ്പെട്ടിട്ടുണ്ട്. ആ വകുപ്പെല്ലാം എപ്പോഴും ജാമ്യം കിട്ടുന്ന രീതിയിലുള്ളതാണ്. നേരെ മറിച്ച് ഈ മാനേജ്മെൻറ്റിനെതിരായിട്ട് കൊണ്ടുവന്ന കേസാണ് വളരെ ശക്തിയുള്ള കേസ്. ഇതാണ് ഒരു സ്ഥിതി. വേറൊരു കാര്യം, ഇലക്ട്രൽ ബോണ്ട് CPIM വാങ്ങി എന്ന് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു VD സതീശൻ. ഞാൻ ഇന്നലെ ആലപ്പുഴ ഉണ്ടായിരുന്നു, ആലപ്പുഴ ജില്ലയുടെ ഒരു ഭാഗത്ത്. അപ്പോൾ എന്നോട് പത്രക്കാർ പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് CPM വാങ്ങിയിട്ടുണ്ട്, എനിക്ക് തെളിവുണ്ട് എന്ന് പറഞ്ഞു.
അതിൻ്റെ പരിഹാസ്യത അല്ല ഞാൻ പറയുന്നത്. എന്താണെന്നറിയാം, ജാള്യതയാണ്. വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സിന് ജാള്യതയാണ്. ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗം 8,500 കോടി രൂപയോളം BJP വാങ്ങി. ഏതാണ്ട് 2,000 കോടി രൂപ കോൺഗ്രസും വാങ്ങി. ഈ 2,000 കോടി രൂപ വാങ്ങിയത് പറയാതെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത്. കൊള്ളയടിയാണ്. അദ്ദേഹം മലയാളത്തിൽ ഉപയോഗിച്ച പടിയായിരുന്നു കൊള്ളയടി. ഇവിടെ 8,500 കോടി രൂപ അവർ വാങ്ങിയിരിക്കുന്നു, 2,000 കോടി രൂപ ഞാനും വാങ്ങിയിരിക്കുന്നു പറയണ്ടേ? ഞങ്ങൾ വാങ്ങിയത് ശരിയായില്ല, അങ്ങനെ ശരിയാണെന്നും നിർമ്മലാ സീതാരാമൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വീണ്ടും ഇലക്ട്രൽ ബോർഡ് കൊണ്ടുവരും. നല്ല മധുരല്ലേ? കോടാനുകോടി രൂപ ഒരു ചിലവില്ലല്ലോ. അത് ഇടിയും അതുപോലെ തന്നെ IT കൂടി ചേർന്ന് ഉണ്ടാക്കുന്നില്ലേ? അവരാണല്ലോ ഗുണ്ടാ പിരിവ് നടക്കുന്നത്. എന്നിട്ട് അതിന് ഇനിയും കൊണ്ടുവരും, ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നതാണ്. അത് സുപ്രീം കോടതിയോടുള്ള വെല്ലുവിളിയല്ലേ? നേരത്തെ നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രിയും പറയുകയാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അതൊന്നുമല്ല. ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രശ്നം രാജ്യസഭയിൽ വന്നപ്പോൾ അതിനെ നിശിതമായിട്ട് എതിർത്ത അന്നത്തെ രാജ്യസഭാ മെമ്പറാണ് സഖാവ് സീതാറാം യെച്ചൂരി. അന്ന് MP ആയിരുന്നു. അതിനുശേഷം അത് കൈകാര്യം ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പ്രത്യേക നമ്പർ കൊടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ രജിസ്റ്റർ ചെയ്യാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് CPIM. CPIM രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് കിട്ടി എന്ന് ഈ വി ഡി സതീശൻ പറയുന്നതിന് തെളിവുണ്ടെങ്കിൽ ആ തെളിവ് ഹാജരാവട്ടെ. എന്ത് തോന്നിയാസവും പറയാം, എന്ത് വിവരക്കേട് എഴുന്നള്ളിക്കുക, എന്നിട്ട് വെല്ലുവിളിക്കുക. തെളിവുണ്ട്. ഞാൻ പറഞ്ഞു തെളിവുണ്ടെങ്കിൽ ആ തെളിവ് പുറത്തു കൊണ്ടുപോവാ. ആ തെളിവ് പുറത്തു കൊണ്ടുവന്നാൽ വി ഡി സതീശൻ പറയുന്ന കാര്യം എന്താണോ അത് ചെയ്യാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിക്കുക. എന്ത് തോന്നിയാസവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞങ്ങളും അതിൻ്റെ ഭാഗമാണ്. നിങ്ങൾ കുത്തക മുതലാളിമാരുടെ ചെലവിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസും BJPയും. അതിപ്പോൾ ഒന്നുമല്ല, പണ്ടേ അതെ. നിങ്ങളുടെ ഉത്ഭവം മുതൽ അങ്ങനെയാണ്. ഞങ്ങൾ ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPIM. അത് ജനങ്ങളുടെ ചെലവിൽ തന്നെയാണ്. നിങ്ങൾ കുത്തക മുതലാളിമാരുടെ ചെലവിൽ പ്രവർത്തിക്കുന്നു, കുത്തക മുതലാളിമാർക്ക് വേണ്ടി. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ജനങ്ങളുടെ ചെലവിൽ. ഇതാ വ്യത്യാസം. ആ വ്യത്യാസം പറയുമ്പോൾ അയ്യോ ജാള്യത കൊണ്ട് CPIM വാങ്ങിയിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന് പ്രചരണം നടത്തുകയാണ്. അതാ ഞാൻ പറഞ്ഞ ഒറ്റ പദയായി ഉപയോഗിക്കാനുള്ള അസംബന്ധം. വെല്ലുവിളിയാണെങ്കിൽ ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. പരസ്യമായിട്ട് പറയട്ടെ, എന്താ തെളിവെന്നു? ആ തെളിവ് കൊണ്ടുവന്നാൽ സതീശൻ പറയുന്ന കാര്യം ചെയ്യാം. എന്ത് കാര്യമായാലും പറയട്ടെ, കൊണ്ടുവരട്ടെ തെളിവ്. വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, നിങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഇപ്പോൾ ശൈലജ ടീച്ചർ കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് പ്രവർത്തിച്ചതിൻ്റെ നല്ല അംഗീകാരം വാങ്ങിയിട്ടൊരു അന്നത്തെ ക്യാബിനറ്റിലും അതെ, ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി സെൻട്രൽ കമ്മിറ്റി മെമ്പറുമാണ്, MLA ആണ്, ഇപ്പോൾ മത്സരിക്കുകയാണ് വടകര. ഷാഫി പറമ്പിലവിടെ പോയ ആദ്യം വിചാരിച്ചത് ഒരു ജാടിയിലുണ്ടാക്കിയിട്ട് വടകര ജയിക്കാമെന്നാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ രാഷ്ട്രീയം വിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയൊരു മേഖല കണ്ടെത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടൊരു പുതിയ ശാഖ. അതെന്താ? അശ്ലീലം. മോർഫ് ചെയ്ത പടം ശൈലജൻ്റെയും അതുപോലെ തന്നെ പിണറായിൻ്റെയും എന്നിട്ട് കുടുംബ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കുക. വീഡിയോ കൊടുക്കുന്നത് മാത്രമൊന്നുമല്ല, വീഡിയോയിൽ അതിൻ്റെ ഒരു താഴെ പണിയാണ് തെറ്റായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. സൈബർ അക്രമത്തിൻ്റെ ഭാഗമായിട്ട് അശ്ലീലാണ്. ഈ അശ്ലീലം വെച്ച് KK ശൈലജ ടീച്ചറെ അപകീർത്തിപ്പെടുത്താം എന്നാണ് ഇവരാലോചിക്കുന്നത്. 68 വയസ്സായി. 50 കൊല്ലക്കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. വളരെ ഫലപ്രദമായിട്ട് ഏർപ്പെടുന്ന ഏത് ചുമതലയായാലും നന്നായിട്ട് വർക്ക് ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ കഴിവുള്ള ശേഷിയുള്ളൊരു കേഡറുമാണ് ശൈലജ, നേതാവുമാണ്. ആ ശൈലജയെ വടകരയിലെ സ്ഥാനാർത്ഥിയും UDFും പ്ലാൻ ചെയ്ത് അശ്ലീലത്തിലേക്ക് നീക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയം പോയി. എന്നിട്ട് ആദ്യം പറഞ്ഞ് ഗോവിന്ദൻ്റെ ബോംബാണെന്ന്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായി ഗോവിന്ദൻ്റെ ബോംബല്ല, യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെയും അറിയപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ കേസിൻ്റെ ഭാഗമായിട്ട് വന്നത്. അപ്പോൾ ഇന്ന് തരംതാണ് ഒരാൾ. അത് ഹസനും പറഞ്ഞിട്ടുണ്ട്.
ഞങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് വന്നത്. ഇപ്പോൾ കുറച്ച് ആൾ ഫേസ്ബുക്കിലൂടെയാണ് വന്നത്. ആ ഫേസ്ബുക്കിലൂടെ വന്ന ആളുകളുടേതായി പണി. ഇവർ തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐഡൻറ്റി കാർഡ് ഉണ്ടാക്കിയത്. എന്തും ചെയ്യാൻ മടിയില്ലാതൊരു കൂട്ടം. അതിൻ്റെ എല്ലാം പേരായി ഇപ്പോൾ കോൺഗ്രസ്. ഈ ഒരു ദുരന്തത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.